വളരെ പെട്ടെന്ന് നിലപാട് വ്യക്തമാക്കാം. ഇടത് വലുതായോ എന്നുള്ളതാണ് ചോദ്യം. ഇടതിന് ഇടതായും വലതിന് വലതിനായും ഇരിക്കാനേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇടതല്ലാത്ത ആളുകൾ കൂടുതൽ വലതുവൽക്കരിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ ഈ ഇടതും വലതും വരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഫ്രഞ്ച് അസംബ്ലിയിൽ പണ്ട് പ്രസിഡന്റിന് ഇടതുവശത്തിരുന്നവരും വലതുവശത്തിരുന്നവരും, ഇടതുവശത്തിരുന്നവർ രാജാവിനെ എതിർക്കുന്നവരും വലതുവശത്തിരുന്നവർ കൂടുതൽ രാജഭക്തി കാണിച്ചവരുമാണ് എന്ന പ്രതീകത്തിൽ നിന്നാണ് പിന്നീട് എല്ലാ കാലത്തും ഇടതും വലതും എന്നുള്ള ആശയം ഉണ്ടാവുന്നത്. എന്നാൽ കാലം മാറിപ്പോയി, ആ ആശയങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇടത്, മധ്യം, വലത് എന്നിങ്ങനെ കൃത്യമായിട്ട് വേർതിരിച്ച് കാണിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകമെമ്പാടും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാട്. ഫിൻലൻഡിൽ പോയാൽ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും നിൽക്കുന്നത് വിശ്വാസമില്ലായ്മയുടെ ഭാഗത്താണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും പള്ളികൾ തന്നെ ബാറുകളാക്കി മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആനന്ദശാലകളായി മാറുന്ന കാലം ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിൽ പോലും 15% വരുന്ന ദൈവവിശ്വാസം ഇല്ലാത്ത മനുഷ്യരുണ്ടാകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറയട്ടെ അത്തരത്തിലുള്ള മാറ്റങ്ങളല്ല ഉണ്ടാകുന്നത്. കാരണം സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് കുറയുകയും അവിടെ ഭക്തിയും ഈശ്വരനും വിശ്വാസവും എന്ന് പറയുന്നത് അധികരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ പട്ടികയിലാണ് നമ്മുടെ രാജ്യം ഉൾപ്പെടുന്നത്. അവിടെ നിന്ന് വേണം നമ്മളിതിനെ അനലൈസ് ചെയ്ത് തുടങ്ങാൻ. അതുകൊണ്ട് നമ്മുടെ രാജ്യം ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പോലെ സാമൂഹിക പുരോഗതി നേടിയ ഒരു രാജ്യമേ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് അധികാരത്തിലെത്തുന്നത് ഇടത് സർക്കാരാണെങ്കിലും അതല്ല ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണെങ്കിലും ഇവിടെയുള്ള വിശ്വാസികളെ കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം 95% വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന അഥവാ വിശ്വാസത്തിലൂടെ ജീവിക്കുന്ന, വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആദ്യത്തെ യാഥാർത്ഥ്യം. രണ്ട്, പരക്കെ ഉള്ള വിമർശനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മതവിരോധികളായിരുന്നു ഇടതുപക്ഷം എന്നുള്ളതാണ്. അങ്ങനെയല്ല എന്നുള്ളതാണ്. അതിന് ആളുകൾ ധാരാളമായിട്ട് പറഞ്ഞു കേൾക്കുന്ന പഴകി തുരുമ്പിച്ച ഒരു പ്രയോഗമാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മാക്സ് പറഞ്ഞിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ടു ദി ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫിയിലാണ് മാക്സ് ഇത് പറയുന്നത്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഈ തെറ്റിദ്ധാരണയുടെ ഭൂരിപക്ഷം പ്രശ്നവും. മർദ്ദിതരുടെ നെടുവീർപ്പാണ് മതം എന്നാണ് മാക്സ് പറഞ്ഞത്. തീർന്നില്ല. ഹൃദയശൂന്യമായ ലോകത്തിൻ്റെ ഹൃദയമാണ് എന്നുള്ള അവസ്ഥയിലാണ് മതം അതിനെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. ചൈതന്യമില്ലാത്ത അവസ്ഥയിലെ ചൈതന്യമാണ് എന്ന് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ ഇതൊരു കറുപ്പെന്ന നിലയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഹൃദയശൂന്യത നിങ്ങൾക്ക് തോന്നില്ല. പകരം മതം ഒരു ഹൃദയമായിട്ട് തോന്നും. ചൈതന്യമില്ലാത്ത ലോകത്ത് മതം ഒരു ചൈതന്യമായിട്ട് തോന്നും. അതെപ്പോഴാണ്? അത് നിങ്ങളെ മയക്കുന്ന ഘട്ടത്തിലാണ്. അതിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോഴാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നതാണ് മാക്സ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ വലിയ രീതിയിൽ നിരീശ്വരവാദമാണ് കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകളിൽ ഒരു വിഭാഗം വിശ്വാസികളാണ്, ഒരു വിഭാഗം യുക്തിവാദികളാണ്, ഒരു വിഭാഗം പൂർണ്ണമായും നിരീശ്വരവാദികളാണ്. അങ്ങനെ പല തട്ടുകളിലുള്ളവരാണ് ഉള്ളത്. ആ പാർട്ടിയിലെ അംഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി ഈ വിഷയത്തിലേക്ക് എത്തിയാൽ 3 കാര്യങ്ങളിലാണല്ലോ വിമർശനം. ഒന്ന്, NSS എടുത്ത നിലപാടിന് CPM എന്തിനു പഴിക്കണം? NSS എടുത്ത നിലപാടെന്താ? NSS എടുത്ത നിലപാട് BJPയും കോൺഗ്രസും ശബരിമല വിഷയത്തിൽ തട്ടിപ്പ് കാണിച്ചു, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടെടുക്കുമ്പോൾ NSS അങ്ങോട്ട് നിലപാടെടുത്തുള്ളൂ. അതിന് CPM നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? സുകുമാരൻ നായർ പറയുന്നത് എങ്ങനെയാണ്? ശബരിമലയിൽ നിയമനിർമ്മാണം നടത്താമെന്ന് V മുരളീധരൻ 2019 പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോൾ BJP എന്ത് നിലപാടാണ് എടുത്തത്? കേരള സംസ്ഥാനത്തിലെ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ എന്ത് കേന്ദ്ര നിയമം വരാൻ പോകുന്നത്? ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ അങ്ങ് ശബരിമലയെ കേന്ദ്രം അങ്ങ് ഏറ്റെടുത്തുകൊള്ളാമെന്ന്. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ? ഏത് ദേവസ്വം വകുപ്പ്? കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തെ എങ്ങനെ ദേവസ്വം മന്ത്രാലയം വന്ന് കേരളത്തിൽ ഏറ്റെടുക്കും? എങ്ങനെ കേരളത്തിലെ ഒരു ക്ഷേത്രം, കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം എങ്ങനെ ഏറ്റെടുക്കും? ഈ ഉദാഹരണത്തിന് ഇനി സഹകരണത്തിന്റെ കാര്യമാണെങ്കിൽ ഇവിടുത്തെ സഹകരണ സ്ഥാപനത്തെ കേന്ദ്രം എങ്ങനെ ഏറ്റെടുക്കുക? ഇതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. കേന്ദ്രം ഒരു നിയമം നിർമ്മിച്ച് ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കി, കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ശബരിമല അങ്ങ് ഏറ്റെടുക്കുമെന്ന് പറയുകയാണ്. ശബരിമല നിലവിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ചട്ടത്തിന് അടിസ്ഥാനത്തിലാണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലാണ് സുപ്രീം കോടതി മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് ഒരു ഭാഗത്തിരുന്ന് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നു. ഇത് തന്നെയാണ് മറുപക്ഷവും പറയുന്നത്. ഇത് CPM എന്തോ തരത്തിൽ മനംമാറ്റം നടത്തിയെന്ന മട്ടിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്താ സംഭവിച്ചത്? ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ ഒരംഗം പോലും ശബരിമലയിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ CPMന്റെ യുവതികളുണ്ട്, വിശ്വാസികളായിട്ടുള്ള CPMലെ കുടുംബത്തിലുള്ള ആളുകളുണ്ടല്ലോ. അവരാരെങ്കിലും ശബരിമലയിൽ പ്രവേശിച്ചോ? ആ സമയത്ത് ഇതൊരു വലിയ വിവാദമാക്കുന്ന സാഹചര്യത്തിൽ കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ അന്ന് RSSും രാഹുൽ ഗാന്ധിയും ഒക്കെ എടുത്ത നിലപാട് സംസ്ഥാനത്തെ സർക്കാരും എടുത്തു. പക്ഷേ ഇത് വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യം വരുന്ന നിമിഷം എന്ത് ചെയ്തു? ഒടുവിൽ സർക്കാർ ആ വിഷയത്തിൽ നിന്ന് പിന്നാക്കം പോയി എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അതിനകത്ത് ആർക്കാണ് ഇത്ര സംശയം?
സംശയമുള്ളത്? അതിനകത്ത് ആർക്കാണ് ഇത്ര ആ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തണമെന്ന് CPM ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. കരുതിയതെന്താണ്? യുവതികൾ അംഗീകരിക്കും, കേരളത്തിലെ വിശ്വാസികളായ യുവതികൾ വരും. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. റെഡി ടു വെയിറ്റ് ആണ് എണ്ണം നോക്കിയാൽ കൂടുതൽ. ആ സാഹചര്യം വരുന്ന സമയത്താണ് പാർട്ടി ഇനി സുപ്രീം കോടതിയുടെ വിധി വരട്ടെ, അതുവരെ അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ മറുപടി പറയട്ടെ എന്ന നിലപാടെടുത്തുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നത്, സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് NSSന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ കാഷായ വസ്ത്രധാരിയായി മുഖ്യമന്ത്രി വരുമെന്ന് പറയാൻ കഴിയുക? ആരാണ് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ പോയി തിരിതെളിയിച്ചത് എന്നത് ഇനിയും ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാക്കൾ ഗോൾവാൾക്കറുടെ മുന്നിൽ പോയി കുമ്പിട്ട് നിന്ന് ഏതെങ്കിലും തരത്തിൽ നിലവിളക്ക് കൊളുത്തിയ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? അതില്ലല്ലോ. ആ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ഇവിടെ ഇതാ തത്വമസി എന്ന് പറയുന്നു. ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി എന്ന് പറയുന്നതിൽ ആർക്കാ ഇത്ര നാണക്കേട്? അതിനകത്ത് എന്തിനാ ഇത്ര നാണക്കേട് വരേണ്ട കാര്യം? ഒരുപക്ഷെ ഇന്ത്യ ലോകത്തിന് മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൊന്നല്ലേ? അതിനെ ഫിലോസഫിക്കലായിട്ട് കാണാം, സ്പിരിച്വലായിട്ട് കാണാം, അതൊക്കെ ആ അർത്ഥത്തിൽ കാണാം. വിശ്വാസികളുടെ സംഗമത്തിൽ പോയാൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിരീശ്വരവാദമല്ലല്ലോ, അവിടെ സയന്റിഫിക് ടെമ്പർമെന്റിനെ കുറിച്ച് മാത്രം സംസാരിക്കലല്ലോ മുഖ്യമന്ത്രിയുടെ ജോലി. ആ വിശ്വാസികൾക്ക് അവിടെ വന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക. ഈ സാംസ്കാരിക നിലയത്തിൻ്റെ, ശബരിമല ഒരു സാംസ്കാരിക നിലയം കൂടിയാണ്. ആ അർത്ഥത്തിൽ അതിൻ്റെ പ്രാധാന്യം ലോകമെമ്പാടും വിളിച്ചോതുന്നൊരു ആശയമാണ് തത്വമസി എന്നുള്ളത്. ആ തത്വമസി എന്ന് പറയുന്നതിൽ ഓരോ മലയാളിയും അഭിമാനിക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം അവിടെ ദൈവവും നിങ്ങളും ഇല്ലാതാവുന്നു എന്ന് പറയുന്ന വളരെ ആത്മീയമായ, വളരെ ഫിലോസഫിക്കലായ ഒരു ദർശനം അതിനു പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കണ്ണാടി പ്രതിഷ്ഠയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ പിന്നീട് ആ കണ്ണാടി പ്രതിഷ്ഠ പോവുകയും ശ്രീനാരായണ ഗുരു തന്നെ പ്രതിഷ്ഠയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അമൃതാനന്ദമയിയുടെ രജത ജൂബിലി ആഘോഷത്തിന് പോകുന്നു, 72ാം പിറന്നാളിന് പോകുന്നു എന്നുള്ളത് സജി ചെറിയൻ വളരെ വ്യക്തമായി പറഞ്ഞില്ല. ഒറ്റ വാചകത്തിൽ അത് റദ്ദ് ചെയ്യപ്പെടുകയാണ്. സജി ചെറിയൻ പറഞ്ഞു, ഈ ഏതെങ്കിലും തരത്തിൽ അമൃതാനന്ദമയി ഒരു ഭക്തയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണെന്നോ എന്നും ഞാനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് സജി ചെറിയൻ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആൾ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണമൊന്നും നടത്തിയിട്ടില്ല. അത് അവിടെ പോയി എല്ലാ കാലത്തും ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധികൾ അമൃതാനന്ദമയെ കാണാൻ പോകാറുണ്ട്. അവിടെ പോകുന്നു, ആ സമയത്ത് ആശ്ലേഷിക്കുന്നു, അതിനുശേഷം മടങ്ങുന്നു. അവിടെ AK ആന്റണി പോകുന്നു, എനിക്കൊന്ന് രാഹുൽ ഗാന്ധി അടക്കം അവിടെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമൃതപുരിയിൽ പോകുന്നു, മടങ്ങുന്നു എന്നുള്ളതാണ്. അതിനെയും വിവാദമാക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയത് സജി ചെറിയൻ മാത്രമല്ലല്ലോ, CR മഹേഷ് പോയില്ലേ, അവിടെ ഉമാ തോമസ് പോയില്ലേ. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ വിമർശനം? ഇതിനെന്തിനാണ് ഈ അസ്വസ്ഥത ഉണ്ടാവുന്നത്? മൂന്നാമത്തെ കാര്യം, പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നത് ഇനി ന്യൂനപക്ഷങ്ങളെ കൂടി പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യർ കരയുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വിലാപം കണ്ടിട്ട്. അത് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണോ? മാത്രമല്ല എത്ര തെറ്റിദ്ധാരണാജനകമായ നിലപാടാണ്. പോളിറ്റ് ബ്യൂറോ എല്ലാ സംസ്ഥാനങ്ങളിലും പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? കേരളത്തിൽ മാത്രമാണോ? അതിനെയാണ് വക്രീകരിച്ച് കാണിക്കുന്നതെന്നേ, അതിനെയാണ് വക്രീകരിച്ച് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ലീലാവതി ടീച്ചർ പറഞ്ഞതുപോലെ, ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ലക്ഷണമാണ്, അത് വലതുപക്ഷമാകുന്നതിന്റെ ലക്ഷണമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇടത് വലുതായിട്ടില്ല, ഇടത് ഇടതായി നിൽക്കുന്നു, വലുത് വലുതായി തന്നെ നിൽക്കുന്നു എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. Meet the editors.